ഇത് അപ്പോൾ മാത്രമല്ല, അതിനു മുമ്പ് പലകുറിയും PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ പലതും അടങ്ങുന്ന PSCക്ക് വേണമെങ്കിൽ ഈ 3 ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് ആക്കി ചോദിക്കാം. 3 സ്റ്റേറ്റ്മെന്റുകളാക്കാം. അവിടെ ATM ൽ കയറുമ്പോൾ നമ്മൾ കാർഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും ആദ്യം കാണിക്കുന്നത് എന്റർ എ 2 ഡിജിറ്റ് നമ്പർ എന്നാണ്. ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. എൻട്രി ആപ്പിന്റെ ഇന്നത്തെ സൂപ്പർ ഓവർ സീരീസ് എപ്പിസോഡ് 5ലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് സൂപ്പർ ഓവർ 5ാമത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന ടോപ്പിക്കാണ് സാധ്യതകളുടെ ഗണിതം അഥവാ പ്രോബബിലിറ്റി. 10ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമാണ് സാധ്യതകളുടെ ഗണിതം. ഈ അടുത്തിടെ നടത്തിയ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ പോലും സാധ്യതകളുടെ ഗണിതം എന്ന ടോപ്പിക്കിൽ നിന്നും ഒരു അടിപൊളി ചോദ്യം വന്നിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഒരു അതിവർഷത്തിൽ 53 ചൊവ്വയോ 53 ബുധനോ വരാനുള്ള സാധ്യത എത്ര എന്ന് തുടങ്ങുന്നൊരു ചോദ്യം. ഇത് അപ്പോൾ മാത്രമല്ല, അതിനു മുമ്പ് പലകുറിയും PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ പലതും അടങ്ങുന്ന ഒരു നല്ല പാഠഭാഗം തന്നെയാണ് പ്രോബബിലിറ്റി. അപ്പൊ പ്രോബബിലിറ്റിയെ നമുക്ക് തീർച്ചയായിട്ടും കൈപ്പിടിയിൽ ഒതുക്കാം. പാഠപുസ്തകത്തിലെ ഓരോ ചോദ്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു പോവുകയാണ് ഓരോ എപ്പിസോഡിലൂടെ. അപ്പൊ ഒരു 3-4 എപ്പിസോഡ് എടുത്താണ് നമ്മൾ ഈ ഒരു പാഠം തീർക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യാവസാനം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിന്റെ 1ാമത്തെ പാർട്ട് തൊട്ട് ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ ഒരു ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഒരു മാർഗം നഷ്ടമാകില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അവ എല്ലാവർക്കും നമ്മുടെ സൂപ്പർ ഓവർ എപ്പിസോഡ് 5ലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് ബോൾ എറിയുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഏറ്റവും അടിസ്ഥാന ധാരണ ഒന്നുണ്ടാക്കി വെക്കാം. അപ്പം എന്താണ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ എന്താണ് സാധ്യത? മക്കളെ, സാധ്യത എന്നതിന് ഒരു കൃത്യമായ നിർവചനം നൽകാൻ കഴിയില്ല. സാധ്യത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുവാനുള്ള സാധ്യതയാണ് സാധ്യത എന്ന് വിളിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ടൊരു നിർവചനം ഒന്നും സാധിക്കത്തില്ല. പിന്നെ എങ്ങനെ സാധ്യത കണ്ടെത്താം അല്ലെങ്കിൽ എങ്ങനെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. മക്കളെ, സാധ്യത കണ്ടുപിടിക്കുന്ന മാർഗം സാധ്യത കണ്ടുപിടിക്കാൻ സൂത്രവാക്യം ഇങ്ങനെയാണ്. കാണാതെ പഠിച്ചു. സൂത്രവാക്യം ഇങ്ങനെയാണ്: അനുകൂല ഫലങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. അനുകൂല ഫലങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. മക്കളെ, അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം എത്രയാണോ അത് മുകളിൽ, ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. ഇതിനെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയും. ഫേവറബിൾ ബൈ ടോട്ടൽ. പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന സൂത്രവാക്യം ഫേവറബിൾ ബൈ ടോട്ടൽ, അതായത് അനുകൂലം ബൈ ആകെ. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ, സാധ്യത കണ്ടുപിടിക്കുന്ന സൂത്രവാക്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. ഇനി ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ ഫേവറബിൾ ഔട്ട്കം അല്ലെങ്കിൽ ഫേവറബിൾ ബൈ ടോട്ടൽ. മനസ്സിലായോ മക്കളെ? ഈ ഒരു സൂത്രവാക്യം മാത്രം മതി നമ്മുടെ ഈ ഒരു പാഠത്തിന്റെ അവസാനം വരെയും. എങ്കിൽ നമ്മുടെ ഫസ്റ്റ് ബോളിലോട്ട് പോയാലോ? ഞാൻ ആദ്യ ബോൾ എറിയട്ടെ. എങ്ങനെയുണ്ട് എന്ന് പറയണം. നമ്മുടെ 10ാം ക്ലാസ്സിലെ പാഠഭാഗത്തിലെ 1ാമത്തെ ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്. ചോദ്യം ഇങ്ങനെ: ഒരു പെട്ടിയിൽ 3 ചുവന്ന പന്തുകളും 7 പച്ച പന്തുകളുമുണ്ട്. മറ്റൊരു പെട്ടിയിൽ 8 ചുവപ്പ് 7 പച്ച. ശരി, അത്രയും കാര്യങ്ങൾ തന്നിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. PSCക്ക് വേണമെങ്കിൽ ഈ 3 ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് ആക്കി ചോദിക്കാം. 3 സ്റ്റേറ്റ്മെന്റുകളാക്കാം. ഞാൻ അതിന് പകരം 3 ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ പറഞ്ഞിരിക്കുക. 1ാമത്തെ പെട്ടിയിൽ നിന്നും ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര? 2ാമത്തെ ക്വസ്റ്റ്യൻ: 2ാമത്തെ പെട്ടിയിൽ നിന്നും ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര? 3ാമത്തെ ക്വസ്റ്റ്യൻ: 2 പെട്ടിയിലെയും പന്തുകൾ ഒരു പെട്ടിയിലാക്കി അതിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എത്ര? എന്നിങ്ങനെ 3 ചോദ്യങ്ങളാണ് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ: ഒരു പെട്ടിയിൽ 3 ചുവന്ന പന്തുകളും 7 പച്ച പന്തുകളും ഉണ്ട്. 3 ചുവന്ന പന്തുകളും 7 പച്ച പന്തുകളും ഉണ്ട്. ശരി, ഞാൻ അതൊന്ന് വരച്ച് കാണിച്ചു തരാം. മക്കളെ, ഒരു പെട്ടിയിൽ 3 ചുവന്ന പന്തുകളും 7 പച്ച പന്തുകളും. അപ്പൊ അതാ 1ാമത്തെ പെട്ടിയാണിത്. ഇതിനകത്ത് 3 ചുവപ്പ്
7 പച്ച. ശരിയാണോ? 3 ചുവപ്പ് 7 പച്ച. അതുപോലെ മറ്റൊരു പെട്ടിയിൽ 8 ചുവപ്പ് 7 പച്ച. 8 ചുവപ്പ് 7 പച്ച. മറ്റൊരു പെട്ടിയിൽ 8 ചുവപ്പ് 8 റെഡ് 7 പച്ച 7 ഗ്രീൻ. ശരി, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ പെട്ടിയിൽ നിന്നും ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര? ഒന്നാമത്തെ പെട്ടിയിൽ നിന്നും ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര? നമ്മൾ പഠിച്ചല്ലോ മക്കളെ. സാധ്യത കാണുന്നത് എങ്ങനെ? സാധ്യത കാണുന്നത് അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം ഇങ്ങനെ, ഒന്നാമത്തെ പെട്ടിയിൽ നിന്നും മാത്രം ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത. അപ്പൊ ഒന്നാമത്തെ പെട്ടിയിൽ നിന്നും പ്രോബബിലിറ്റി ഓഫ് റെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് റെഡ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ്. ഒന്നാമത്തെ പെട്ടിയിൽ നിന്നും ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നതെങ്കിൽ മക്കളെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമുക്കറിയാം. പ്രോബബിലിറ്റി കാണുന്ന മാർഗം ഫേവറബിൾ ബൈ ടോട്ടൽ എന്നുള്ളതാണ്. ഫേവറബിൾ ബൈ ടോട്ടൽ. ശരിയാണോ? എങ്കിൽ ഒന്നാമത്തെ പെട്ടിയിൽ നമുക്ക് എന്തോ കിട്ടേണ്ടത്? ചുവന്ന പന്താ കിട്ടേണ്ടത്. എങ്കിൽ ഞാൻ ഒന്നാമത്തെ പെട്ടിയിലോട്ട് എന്ത് കിട്ടാനാണെങ്കിലും കൈയിടുമ്പം, മക്കളെ ഒന്നാമത്തെ പെട്ടിയെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഞാൻ അതിനകത്തിലോട്ട് കൈയിടുമ്പം എന്റെ കയ്യിൽ ചുവന്ന പന്തുകൾ മാത്രമേ തടയത്തുള്ളൂ? അല്ല, എന്റെ കയ്യിൽ ചുവന്ന പന്തുകളും തടയും, പച്ച പന്തുകളും തടയും. മൊത്തം 7 3 10 പന്തുകൾ എന്റെ കയ്യിൽ തടയും. ശരിയാണോ? 10 എണ്ണം. ആ 10 എണ്ണത്തിൽ നമുക്ക് അനുകൂലമായത് ചുവന്ന പന്താ, അത് 3 എണ്ണേ ഉള്ളൂ. എന്ന് പറഞ്ഞ അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം 3, ചുവന്ന പന്താ കിട്ടേണ്ടത്. അപ്പൊ അനുകൂലത്തിന്റെ എണ്ണം 3, ചുവന്നതിന്റെ എണ്ണം 3 ബൈ ആകെ അവിടുത്തെ ഫലം, ആകെ അവിടുത്തെ ഫലങ്ങളുടെ എണ്ണം 10. 7 3 10. എങ്കിൽ അവിടുന്ന് ഒരു ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത 3/10, അഥവാ 10ൽ 3. മനസ്സിലായോ? ശരി, അതിന്റെ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ, രണ്ടാമത്തെ പെട്ടിയിൽ നിന്നും ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര? രണ്ടാമത്തെ പെട്ടിയിൽ നിന്നും ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര? നമുക്കറിയാം രണ്ടാമത്തെ പെട്ടിയിലോട്ട് വരുമ്പോൾ മക്കളെ, രണ്ടാമത്തെ പെട്ടിയിലും നമുക്കറിയാം സാധ്യത കാണണമെങ്കിൽ, പ്രോബബിലിറ്റി കാണണമെങ്കിൽ ഫേവറബിൾ ബൈ ടോട്ടൽ ചെയ്യണം. ഫേവറബിൾ ബൈ ടോട്ടൽ ചെയ്യണം. ശരിയാണോ? അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്നും ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. നമുക്കറിയാം രണ്ടാമത്തെ പെട്ടിയിൽ 8ഉം 7 കൂട്ടിയ മൊത്തം 15 പന്തുകൾ കിടപ്പുണ്ട്. നമ്മൾ എന്ത് പന്ത് കിട്ടാനാണെങ്കിലും അതിനകത്തോട്ട് കൈയിട്ടാൽ നമ്മുടെ കയ്യിൽ 15 പന്തുകൾ തടയും മൊത്തം. ശരിയാണോ? എന്ന് പറഞ്ഞാൽ ആകെ ഫലങ്ങളുടെ എണ്ണം 15. അതിൽ നമുക്ക് വേണ്ടത് എന്താ? ചുവന്ന പന്താ. എങ്കിൽ ചുവന്ന പന്തുകളുടെ എണ്ണം 8. അതായത് അവിടുത്തെ ഫേവറബിൾ ഔട്ട്കം 8. ശരിയാണോ? ചുവന്ന പന്തുകളുടെ എണ്ണം 8, ഫേവറബിൾ 8. ടോട്ടൽ മക്കളെ 15. 8/15 എന്ന് വരും. വെട്ടി ചെറുതാക്കാൻ പറ്റത്തില്ല. നമ്മുടെ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത 8/15. മനസ്സിലായോ? രണ്ടാമത്തെ പെട്ടിയിൽ നിന്നും ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത 8/15. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെ, 2 പെട്ടിയിലെയും പന്തുകൾ ഒരു പെട്ടിയിലാക്കി അതിൽ നിന്ന് ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത. മക്കളെ 2 പെട്ടിയിലെയും പന്തുകൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒരു പെട്ടിയിലാക്കി. ശരി, ഞാൻ ആ ഒരു പെട്ടി ഒന്ന് മാറ്റി വരയ്ക്കുവാണേ. 2 പെട്ടിയിലെയും പന്തുകൾ ഒരു പെട്ടിയിലാക്കുമ്പം ആ പെട്ടിക്കകത്തിൽ എന്തെല്ലാം വരും നമുക്ക് നോക്കാം. ഒന്നാമത്തെ പെട്ടിയിലെ ചുവന്ന പന്ത് 3 എണ്ണം, രണ്ടാമത്തെ പെട്ടിയിലെ ചുവന്ന പന്ത് 8 എണ്ണം. എങ്കിൽ ഇത് രണ്ടും കൂടെ ഒരു പെട്ടിയിലാക്കുമ്പം അവിടുത്തെ ചുവന്ന പന്തുകളുടെ എണ്ണം 8ഉം 3ഉം 11 ചുവന്ന പന്തുകൾ. ഓക്കെ ആണോ? ശരി, അവിടുത്തെ പച്ചപ്പന്തുകൾ നമ്മൾ പറക്കി അടുത്ത പെട്ടിയിലോട്ട് ഇടുക. എങ്കിൽ 7 7ഉം 14 പച്ചപ്പന്തുകൾ. ശരിയാണോ? 14 പച്ചപ്പന്തുകൾ. അപ്പൊ 2 പെട്ടിയിലെയും പന്തുകൾ ഒരു പെട്ടിയിലാക്കുമ്പോൾ ആ പെട്ടിയിൽ മൊത്തം 11 ചുവപ്പും കാണും, 14 പച്ചയും കാണും. 11 ചുവപ്പ് 14 പച്ച. എങ്കിൽ ഈ പെട്ടിയിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് എന്താ? ചുവന്നതാകാനുള്ള സാധ്യതയാണ് നമ്മുടെ ചോദ്യം. അപ്പോഴും നമുക്കറിയാം പ്രോബബിലിറ്റി കാണണമെങ്കിൽ ഫേവറബിൾ ബൈ ടോട്ടൽ ചെയ്യണം. ശരിയാണോ? എങ്കിൽ അപ്പോഴും നമ്മുടെ ഫേവറബിൾ ചുവന്നത് കിട്ടണം എന്ന് തന്നെയാണ്. എങ്കിൽ അവിടുത്തെ ചുവപ്പിന്റെ എണ്ണം മക്കളെ 11 ഡിവൈഡഡ് ബൈ ആകെ പന്തുകൾ എന്ന് പറഞ്ഞാൽ 11 4 11 14 25. 25ൽ 11. മനസ്സിലായോ? 2 പെട്ടിയിലെയും പന്തുകൾ ഒരു പെട്ടിയിലാക്കി അതിൽ നിന്ന് ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 25. മൊത്തം 25 പന്ത് വരും. ശരിയാണോ? ഇവിടുത്തെ 3 ചുവപ്പും ഇവിടുത്തെ 8 ചുവപ്പൂടെ ചേർന്ന് 11 ചുവപ്പ് വരും. ഇവിടുത്തെ 7 പച്ചയും ഇവിടുത്തെ 7 പച്ചയും ചേർന്ന് 14 പച്ച വരും. എങ്കിൽ മൊത്തം 25 പന്തുണ്ട്. അതിൽ 11 എണ്ണം ചുവപ്പാണ്. എങ്കിൽ 25ൽ 11 നമ്മുടെ സാധ്യത. മനസ്സിലായോ?
എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മുടെ ശരി ഉത്തരങ്ങൾ ദാ ഒന്നാമത്തെ ഉത്തരം 3/10, രണ്ടാമത്തെ ഉത്തരം ദാ 8/15, 8/15, മൂന്നാമത്തെ ഉത്തരം 11/25. ഇതാണ് നമ്മുടെ ശരി ഉത്തരങ്ങൾ. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. അപ്പൊ ഫസ്റ്റ് ബോൾ എല്ലാവർക്കും അടിക്കാൻ പറ്റുന്ന ഒരു ബോൾ തന്നെ ആയിരുന്നു. നമുക്ക് സെക്കൻഡ് ബോളിലോട്ട് പോകാം. ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. പറയുന്ന സംഖ്യ പൂർണ്ണവർഗം ആകാനുള്ള സാധ്യത എത്ര? മക്കളെ, ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. പറയുന്ന സംഖ്യ പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം നമ്മളും നമ്മുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. നമ്മൾ ഇതേ സന്ദർഭത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആരാടാ നമ്മളോട് കണ്ട് ആരാണ്ട് വന്ന് രണ്ടക്ക സംഖ്യ പറയാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന്? ഉണ്ട്. നിങ്ങളോടും രണ്ടക്ക സംഖ്യ പറയാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. സാഹചര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ SBIയുടെ ATMൽ കയറിയിട്ടുണ്ടോ? അവിടെ ATMൽ കയറുമ്പോൾ നമ്മൾ കാർഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും ആദ്യം കാണിക്കുന്നത് എൻ്റർ എ 2 ഡിജിറ്റ് നമ്പർ എന്നാണ്. അതായത് ഒരു രണ്ടക്ക സംഖ്യ അടിക്കുക എന്നാ പറയുന്നത്. ശരിയാണോ? അത് തന്നെയാണ് ഒരാൾ നമ്മളോട് പറഞ്ഞത്. അളിയ നീ ഒരു രണ്ടക്ക സംഖ്യ പറയടാന്ന് നമ്മളോട് പറഞ്ഞു. അളിയ നീ ഒരു രണ്ടക്ക സംഖ്യ പറയടാന്ന്. ശരി, എങ്കിൽ ആ പറയുന്ന സംഖ്യ പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം, സാധ്യത കാണണമെങ്കിൽ എപ്പോഴും, പ്രോബബിലിറ്റി കാണണമെങ്കിൽ എപ്പോഴും ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം ചെയ്യണം. ഫേവറബിൾ ബൈ ടോട്ടൽ ചെയ്യണം. ശരി, ഇവിടെ നമ്മളോട് പറയുന്നത് രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നത്. പറയുന്ന സംഖ്യ പൂർണ്ണവർഗമാകാനുള്ള സാധ്യത. അപ്പോൾ നമ്മുടെ ഫേവറബിൾ എന്താണെന്ന് ചോദിച്ചാൽ പൂർണ്ണവർഗമാകുക എന്നുള്ളതാണ് നമ്മുടെ ഫേവറബിൾ. പൂർണ്ണവർഗമാകുക എന്നുള്ളതാണ് നമ്മുടെ ഫേവറബിൾ. അതാണ് നമ്മുടെ അനുകൂലം. അപ്പം ഒരാളോട് രണ്ടക്ക സംഖ്യ പറയാൻ പറയുമ്പം അയാൾക്ക് എവിടം മുതൽ എവിടം വരെ പറയാം? ഒന്ന് ആലോചിച്ച് നോക്കുക ആദ്യം. രണ്ടക്ക സംഖ്യ പറയാൻ പറയുമ്പം നമുക്ക് എവിടം തൊട്ട് എവിടം വരെ പറയാം? മക്കളെ, 10 മുതൽ 99 വരെ പറയാം. രണ്ടക്ക സംഖ്യ പറയണമെങ്കിൽ 10ൽ തുടങ്ങണം, 99 അവസാനിപ്പിക്കണം. 10 മുതൽ 99 വരെ പറയാം. അപ്പൊ എത്ര സംഖ്യ പറയാൻ പറ്റും എന്നറിയുമോ? ഇത്രയേ ഉള്ളു. 10 മുതൽ 99 വരെ എത്ര രണ്ടക്ക സംഖ്യ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതായത് ആകെ ഫലങ്ങളുടെ എണ്ണം കാണണം. ആകെ ഫലങ്ങളുടെ എണ്ണം വേണം നമുക്ക്. ശരിയാണോ? ടോട്ടൽ താഴെ ആകെ ഫലങ്ങളുടെ എണ്ണം. എങ്കിൽ 10 മുതൽ 99 വരെയാണ് രണ്ടക്ക സംഖ്യകൾ. അത് എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ മക്കളെ, ഒരക്ക സംഖ്യ നമുക്കറിയാം 1 മുതൽ 9 വരെ 9 എണ്ണം. രണ്ടക്ക സംഖ്യ തുടങ്ങുന്നത് 10 മുതൽ തീരുന്നത് 99 വരെ 90 എണ്ണം. 90 എണ്ണം. മൂന്നക്ക സംഖ്യ 100ൽ തുടങ്ങി 999 അവസാനിക്കുമ്പം 900 എണ്ണം. മക്കളെ, നാലക്ക സംഖ്യ 1000ൽ തുടങ്ങി 9999 അവസാനിക്കുമ്പം 9000 എണ്ണം. അഞ്ചക്ക സംഖ്യ 90000 എണ്ണം. ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഒന്നുകൂടെ എടാ, ഒന്നുമില്ല. ഒരക്ക സംഖ്യ 1 മുതൽ 9 വരെ 9 എണ്ണം. ഒറ്റ 9 കൊടുത്താൽ മതി. രണ്ടക്ക സംഖ്യ ഒരു 9ഉം ഒരു 0ഉം. രണ്ടക്ക സംഖ്യയിൽ എണ്ണം 90. മൂന്നക്ക സംഖ്യയിൽ എണ്ണം 900. നാലക്ക സംഖ്യയിൽ എണ്ണം 9000. അഞ്ചക്ക സംഖ്യയിൽ എണ്ണം 90000. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഒന്നുകൂടെ. ഒരക്ക സംഖ്യയിൽ എണ്ണം ഒരു 9. രണ്ടക്ക സംഖ്യയിൽ എണ്ണം 9ഉം 0. മൂന്നക്ക സംഖ്യയിൽ എണ്ണം 9ഉം 2 0. നാലക്ക സംഖ്യയിൽ എണ്ണം 9ഉം 3 0. മനസ്സിലായോ? അഞ്ചക്ക സംഖ്യയിൽ എണ്ണം 9ഉം 4 0. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലായി. ദാ ഇവിടെ നമുക്ക് വേണ്ടത് രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ രണ്ടക്ക സംഖ്യ മക്കളെ മൊത്തം 90 എണ്ണം ഉണ്ട്. 90, മൊത്തം 90. അതായത് ആകെ ഫലങ്ങളുടെ എണ്ണം 90. ശരി, ഇനി നമുക്ക് വേണ്ടത് എന്തുവാ? നമുക്ക് വേണ്ടത് ഇത് പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എത്ര എന്നാ ചോദ്യം. പൂർണ്ണവർഗമാകാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് മുകളിൽ എഴുതേണ്ടത് അനുകൂലമായ ഫലങ്ങളുടെ എണ്ണമാണ്. അനുകൂലമായ ഫലങ്ങളുടെ എണ്ണമാണ്. എങ്കിൽ പൂർണ്ണവർഗമാകുന്ന എണ്ണങ്ങൾ എടുക്കണം. ആരൊക്കെയാണ് പൂർണ്ണവർഗങ്ങൾ? നമുക്കറിയാം 10 മുതൽ 99 വരെയാ പറയുന്നേ. അപ്പൊ 10നും 99നും ഇടയ്ക്കുള്ള പൂർണ്ണവർഗങ്ങളുടെ എണ്ണം എടുക്കണം. നമുക്കറിയാം 10 കഴിഞ്ഞാൽ വരുന്ന ആദ്യത്തെ പൂർണ്ണവർഗം 1ന്റെ വർഗം 1, 2ന്റെ വർഗം 4, 3ന്റെ വർഗം 9, 4ന്റെ വർഗം 16 വരും മക്കളെ. ആദ്യം 16. ശരിയാണോ? 5ന്റെ വർഗം 25, 6ന്റെ വർഗം 36, 7ന്റെ വർഗം 49, 8ന്റെ വർഗം 64, 9ന്റെ വർഗം 81, 10ന്റെ വർഗം 100 പോവും. വേണ്ട. അപ്പൊ 10 മുതൽ 99 വരെ നമ്മൾ പറയുമ്പം രണ്ടക്ക സംഖ്യ പറയുമ്പം അതിൽ ഇടയിൽ വരുന്ന പൂർണ്ണവർഗങ്ങൾ ആരൊക്കെയാ? 16, 25, 36, 49, 64, 81 എന്ന് പറഞ്ഞ ഒരു 6 എണ്ണം. ശരിയാണോ?
മൊത്തം 3 3 6 എണ്ണം. ദാ മൊത്തം 96 എണ്ണമാണ് നമുക്ക് പറയാൻ സാധ്യതയുള്ളത്. 96 വെട്ടി ചെറുതാക്കാം. നമ്മളെ 3 കൊണ്ട് വെട്ടാൻ പറ്റും. 6നെ 3 കൊണ്ട് ഇടുമ്പോൾ 2, താഴെ 9നെ വെട്ടുമ്പോൾ 3, 30 വരും. വീണ്ടും നമുക്ക് 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുമ്പം 1/15 എന്ന് വരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർണ്ണവർഗമാകാനുള്ള സാധ്യത 15-1. മനസ്സിലായോ? 15-1 നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. അപ്പം പൂർണ്ണവർഗമാകാനുള്ള സാധ്യത മൊത്തത്തിൽ 90 എണ്ണം പറയാം. അതിൽ 6 എണ്ണമേ നമുക്ക് സാധ്യതയുള്ളൂ. 16 മുതൽ 81 വരെയുള്ള 6 എണ്ണം. എങ്കിൽ 96 വെട്ടിച്ചെറുതാക്കിയാൽ 15-1 ശരി ഉത്തരം. ക്ലിയർ? ഈ ബോർഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരി, നമുക്ക് അടുത്തൊരു ബോർഡിലോട്ട് പോകാം. ഒരു പെട്ടിയിൽ 1 മുതൽ 50 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിരിക്കുന്നു. കണ്ണടച്ചുകൊണ്ട് ഒരു പേപ്പർ കഷ്ണം എടുത്താൽ താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ മക്കളെ എ പ്രസ്താവന അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രസ്താവന 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത 1/5 ആണ്. അഭാജ്യ സംഖ്യയാകാനുള്ള സാധ്യത 3/10 ആണ്. 2 പ്രസ്താവനയാണ്. കണ്ടോ? ഇങ്ങനെയാണ് PSC ചോദിക്കാൻ സാധ്യത. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളും ഇങ്ങനെ ചോദിക്കും. ഞാൻ നേരെ ആദ്യം ചോദ്യങ്ങൾ പറഞ്ഞു. ഇവരോട്ട് വരുമ്പോൾ നമുക്ക് പ്രസ്താവനയിലോട്ട് പോകാം. ഒരു പെട്ടിയിൽ മക്കളെ 1 മുതൽ 50 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിരിക്കുന്നു. ഒരു പെട്ടിയിൽ 1 മുതൽ 50 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിരിക്കുന്നു. ഇതൊരു പെട്ടിയാണ്. ഈ പെട്ടിയിൽ മക്കളെ 1 തൊട്ട് 50 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. 1 തൊട്ട് 50 വരെ എഴുതിയ പേപ്പർ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. ശരി, ഇനി ഇതിൽ നിന്നും കണ്ണടച്ചുകൊണ്ട് നമ്മളൊരു പേപ്പർ കഷ്ണം എടുക്കുക. എങ്കിൽ അത് താഴെ പറയുന്ന ഏതെല്ലാം പ്രസ്താവനകളാണ് ശരിയെന്ന് കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ്: 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത 1/5 ആണ്. മക്കളെ 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത 1/5 ആണ്. ശരി, നമുക്ക് എ പ്രസ്താവന ചെയ്തു നോക്കാം. എന്നിട്ട് പറയാം ശരിയാണോ തെറ്റാണോ എന്ന്. അതായത് 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത അങ്ങ് കണ്ടുപിടിക്കാം. എന്നിട്ട് പറയാം അത് ശരിയാണോ അത് തെറ്റാണോ എന്ന്. ശരി, നോക്കാം. ഒരു പെട്ടിയിൽ 1 മുതൽ 50 വരെ എഴുതിയിട്ടിരിക്കുന്നത്. നമുക്കറിയാം സാധ്യത കാണുന്നത്, പ്രോബിലിറ്റി കാണുന്നത് ഫേവറബിൾ ബൈ ടോട്ടലാണ്. എങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഫേവറബിൾ എന്തുവാ? 5ന്റെ ഗുണിതമാകണം. 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത. അപ്പൊ 5ന്റെ ഗുണിതമാകുക എന്നുള്ളതാണ് നമ്മുടെ അനുകൂലം. ശരിയല്ലയോ? ആണ്. അതിനെ 1 മുതൽ 50 വരെയാണ് ഈ പെട്ടിക്കകത്തിൽ എഴുതിയിട്ടിരിക്കുന്നത്. മക്കളെ ഒന്ന് ആലോചിച്ച്, ഞാൻ എന്ത് കിട്ടാനാണെങ്കിലും ഈ പെട്ടിയിലോട്ട് കൈയിട്ടാൽ എന്റെ കയ്യിൽ മൊത്തം എത്ര പേപ്പർ കഷ്ണങ്ങൾ തടയും? മൊത്തം ഒരു 50 പേപ്പർ കഷ്ണങ്ങൾ തടയും. ശരിയാണോ? എന്തിനു വേണ്ടിയിട്ട് കൈയിട്ടാലും 5ന്റെ ഗുണിതം കിട്ടാനും, അഭാജ്യ സംഖ്യ കിട്ടാനും, 7ന്റെ ഗുണിതം കിട്ടാനും, 9ന്റെ ഗുണിതം കിട്ടാനും, ഭാജ്യ സംഖ്യ കിട്ടാനാണെങ്കിലും എന്ത് കിട്ടാനാണെങ്കിലും ഞാൻ ഇതിനകത്തോട്ട് കൈയിട്ടാൽ മക്കളെ എന്റെ കയ്യിൽ മൊത്തം 50 പേപ്പർ കഷ്ണങ്ങൾ തടയും. എന്ന് പറഞ്ഞാൽ എന്റെ ആകെ ഫലങ്ങളുടെ എണ്ണം ടോട്ടൽ 50. ഓക്കെ ആണോ? ഈ പെട്ടിക്കകത്ത് നിന്ന് ഞാൻ എന്തെടുത്താലും ടോട്ടൽ 50 ആയിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്തുവാ? 5ന്റെ ഗുണിതമാകണം. അപ്പൊ 1 മുതൽ 50 വരെ 5ന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. മതി. 1 മുതൽ 50 വരെ 5ന്റെ ഗുണിതങ്ങളുടെ എണ്ണം, അതാണ് അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം. ശരി, നമുക്കറിയാം 5ന്റെ ഗുണിതങ്ങളാ 5, 10, 15, 20, 25, 30, 35, 40, 45, 50. 50 വരെ, 1 മുതൽ 50 വരെ 10 എണ്ണം ഉണ്ട്. 10 എണ്ണം. എങ്കിൽ അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം 10. 50ൽ 10 വെട്ടാൻ പറ്റും 1/5. 10 കൊണ്ട് വെട്ടുമ്പം 1/5. ശരി ഉത്തരം 1/5. ഓക്കെ ആണോ? 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത 1/5 ആണെന്ന് നമുക്ക് കിട്ടിയത്. അവര് ചോദ്യത്തിലും അവര് പ്രസ്താവനയിലും പറയുന്ന ഇങ്ങനെയാണ്: 5ന്റെ ഗുണിതമാകാനുള്ള സാധ്യത 1/5 ആണെന്ന്. ശരി മക്കളെ, ഒന്നാമത്തെ അവരുടെ പ്രസ്താവന ശരിയാണ്. ഫസ്റ്റ് പ്രസ്താവന ശരിയാണ്. ശരി, നമുക്ക് രണ്ടാമത്തെ പ്രസ്താവന കണ്ടുപിടിക്കാം. ബി പ്രസ്താവന കണ്ടുപിടിക്കാൻ ചോദ്യം എന്തുവാ? അഭാജ്യ സംഖ്യയാകാനുള്ള സാധ്യത 3/10 ആണ്. അഭാജ്യ സംഖ്യ ആകണമെങ്കിലും സാധ്യത കാണണമെങ്കിൽ ഫേവറബിൾ ബൈ ടോട്ടൽ ചെയ്യണം. ഇവിടുത്തെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ മക്കളെ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഈ പെട്ടിക്കകത്ത് കൈയിട്ടാൽ നിങ്ങളുടെ കയ്യിൽ മൊത്തം 50 പേപ്പർ കഷ്ണങ്ങൾ തടയും. അതുകൊണ്ട് ടോട്ടൽ നമ്പറാ. ഓക്കെ ആണോ? ഇനി അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത കണ്ടുപിടിക്കണം. നമ്മള് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ടോപ്പിക്കിൽ പഠിച്ചതാ. 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം കാണുന്ന കോഡ് ഓർമ്മയുണ്ടോ?
1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം കാണുന്ന കോഡ് പഠിച്ചാൽ നമുക്ക് ഇപ്പൊ വേണ്ട എന്തുവാ 1 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അതാണ് അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം. 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യ ഉണ്ടെന്ന് നമ്മൾ കോഡ് പഠിച്ചാൽ കോഡ് ഓർമ്മ ഉണ്ടായിരിക്കും. കോഡ് ഇങ്ങനെയാണ് മക്കളെ: 44, 22, 322, 321. കോഡ് പറഞ്ഞേ: 44, 22, 322, 321. പഠിക്കാൻ എളുപ്പമാ. 44, പിന്നെ അതിന്റെ പകുതി 22, പിന്നെ ഒരു 3 ചേർത്ത് 322, പിന്നെ 321. ഫാൻസി നമ്പറാ, വേഗം പറ. 44, 22, 322, 321. ഒന്നുകൂടെ: 44, 22, 322, 321 എന്ന് പറഞ്ഞാൽ 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് മക്കളെ ഈ കോഡിലുള്ളത്. 1 മുതൽ 100 വരെ നമ്മൾ അന്ന് എഴുതിയും കാണിച്ച 1-നും 10-നും ഇടയ്ക്ക് 4 എണ്ണം, 10-നും 20-നും ഇടയ്ക്ക് 4 എണ്ണം, 20 മുതൽ 30 വരെ 2 എണ്ണം, 30-നും 40-നും ഇടയ്ക്ക് 2 എണ്ണം, 40-നും 50-നും ഇടയ്ക്ക് 3 എണ്ണം, 50 മുതൽ 60 വരെ 2 എണ്ണം, 60 മുതൽ 70 വരെ 2 എണ്ണം, 70-നും 80-നും ഇടയ്ക്ക് 3 എണ്ണം, 80-നും 90-നും ഇടയ്ക്ക് 2 എണ്ണം, 90-നും 100-നും ഇടയ്ക്ക് ഒരെണ്ണം. ശരി, നമുക്കിപ്പോൾ വേണ്ടത് എന്തുവാ? 1 മുതൽ 50 വരെയാണ് ഈ പെട്ടിയിൽ എഴുതിയിട്ടിരിക്കുന്നത്. എങ്കിൽ അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി മക്കളെ. 1 മുതൽ 50 വരെ ഇവിടം വരെ. ശരിയാണോ? അപ്പൊ ഇത്രയും കൂടെ കൂട്ടിയാൽ പോരെ, മതി. ആ പെട്ടിയിൽ എത്ര അഭാജ്യ സംഖ്യ ഉണ്ടെന്ന് കിട്ടും. അപ്പൊ 4 4 8, 8 2 10, 10 2 12, 3 15, ടോട്ടൽ 15 എന്ന് വരും. 1 മുതൽ 50 വരെ 15 അഭാജ്യ സംഖ്യകൾ. എങ്കിൽ നമ്മൾ ആ പെട്ടിയിലോട്ട് കൈയിട്ടാൽ അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത 50-ൽ മക്കളെ 15, 50-ൽ 15. ശരി, 15/50 വെട്ടാം, 5 കൊണ്ട് വെട്ടാം. 15-നകത്തിൽ 5, 3 വെട്ടാം. 50-നകത്തിൽ 5, 10 വെട്ടാം. 3/10 എന്ന് വരും. സ്റ്റേറ്റ്മെന്റ് നോക്ക്. അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത 3/10 എന്നാ പറയുന്നത്. ശരിയാണോ? ശരിയാ. അപ്പൊ അതും ശരിയാ. അപ്പൊ ഇവിടെ 2 പ്രസ്താവനകളും ശരിയാണ്. ഇവിടെ 2 പ്രസ്താവനകളും ശരിയാണ് മക്കളെ. 1ഉം 2ഉം ശരിയാണ്. ഇതാണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? 1ഉം 2ഉം ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ശരിയായ ഉത്തരം. ക്ലിയർ ആണോ? മനസ്സിലായോ? വ്യക്തമായിട്ട് മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. അപ്പൊ എന്താണ് സാധ്യത, സാധ്യത എങ്ങനെ കാണാം എന്നൊക്കെ മനസ്സിലായോ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അഭാജ്യ സംഖ്യ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിട്ട് കളയരുത്. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ചേർത്ത് തന്നെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ബോൾ എറിയട്ടെ. അപ്പൊ ഈ ഒരു ബോൾ നിങ്ങൾക്ക് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നെന്ന് പറയണം, കമന്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അത്യാവശ്യം എല്ലാ ബാറ്റ്സ്മാൻമാർക്കും അല്ലെങ്കിൽ എല്ലാ ബാറ്റർക്കും അടിക്കാൻ കഴിയുന്ന ഒരു ബോളാണ് ഇപ്പൊ ഞാൻ എറിയാൻ പോകുന്നത്. ഈ ഒരു ബോൾ നോക്ക്. ഒരു പകിട മുകളിലേക്ക് എറിയുന്നു. അത് താഴെ വീഴുമ്പോൾ ഒരു ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത എത്ര? മക്കളെ, ഒരു പകിട മുകളിലോട്ട് എറിയുന്നു. ഇത് താഴെ വീണാൽ ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത എത്ര? എന്താണ് പകിട എന്ന് നിങ്ങൾക്ക് അറിയാം. പഴയ കാലത്ത് നമ്മുടെ രാജാക്കന്മാരൊക്കെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്ന നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല, ഉരുട്ടി എറിഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ് പകിട. ഇന്നതിന് രൂപാന്തരം സംഭവിച്ചു. ഇന്ന് നമ്മൾ അതിനെ ഡൈസ് എന്ന് വിളിക്കും. നമ്മൾ ഏണിയും പാമ്പും ഒക്കെ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡൈസ്, സമചതുരക്കട്ട. 1 മുതൽ 6 വരെ നമ്പറുകൾ എഴുതിയ ഒരു സമചതുരക്കട്ട, 6 മുഖങ്ങളോട് കൂടിയ സമചതുരക്കട്ടയാണ് ഡൈസ്, അല്ലെങ്കിൽ ഇവിടെ പകിട. ഇത് മുകളിലോട്ട് എറിയുന്നു. നമുക്കറിയാം മക്കളെ, അതിനകത്ത് 1 2 3 4 5 6 എന്ന് 6 നമ്പറുകൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒരു ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത, താഴെ വീഴുമ്പോൾ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയാണ് ചോദിക്കുന്നത്. നമുക്കറിയാം സാധ്യത കാണുന്നത് എങ്ങനെയാ, പ്രോബബിലിറ്റി കാണുന്നത് എങ്ങനെയാ? ഫേവറബിൾ ബൈ ടോട്ടൽ. ഫേവറബിൾ ബൈ ടോട്ടൽ. ശരി, നമുക്കറിയാം ഈ പകിട മുകളിലോട്ട് എറിയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് താഴെ 1 വീഴാം, 2 വീഴാം, 3 വീഴാം, 4 വീഴാം, 5 വീഴാം, 6 വീഴാം. എന്തായാലും 7 തൊട്ട് അങ്ങോട്ട് വീഴത്തില്ല, കാര്യം 6 വരെ ഉള്ളു. അപ്പൊ ഇതിനകത്തിൽ ആകെ സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ 6. മക്കളെ, ഇതിനകത്തിൽ 1 മുതൽ 6 വരെ വീഴാം. എങ്കിൽ ആകെ സാധ്യത, അതായത് ആകെ ഫലങ്ങളുടെ എണ്ണം 6. ഇതിൽ നമ്മുടെ ചോദ്യം ഒരു ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത. ഇരട്ട സംഖ്യ. അപ്പൊ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2 ആകാം, 2 വീഴാം, 4 വീഴാം, 6 വീഴാം. എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വീഴാം? മൊത്തം 3 എണ്ണം വീഴാം. 6-ൽ ഒരു 3 എണ്ണം വീഴാം. 6-ൽ 3, 6-ൽ 3, 6-ൽ 3,
എന്ന് പറഞ്ഞാൽ വെട്ടിച്ചെറുതാക്കുമ്പം 1/2 എങ്കിൽ ഒരു പകിട മുകളിലോട്ട് എറിയുമ്പം അത് ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത 1/2 എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ ഒറ്റ സംഖ്യ വീഴാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാലോ? അപ്പോഴും മക്കളെ മൊത്തം സാധ്യത 6. അതിൽ ഒറ്റ സംഖ്യ 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട് എങ്കിൽ ഒറ്റ സംഖ്യകളുടെ എണ്ണം 3 എണ്ണം. 6ൽ 3 അപ്പോഴും വെട്ടിച്ചെറുതാക്കുമ്പം 1/2. ശരിയാണോ? ഓക്കെ ആണോ? ഇനി ഒന്ന് ചോദിച്ചോട്ടെ, ഇതിനകത്തിൽ ഒരു 3ന്റെ ഗുണിതം വീഴാനുള്ള സാധ്യത 3ന്റെ ഗുണിതം നമുക്കറിയാം. 3ന്റെ ഗുണിതം എന്ന് പറയുമ്പം അപ്പോഴും മൊത്തം സാധ്യത 6. അതിൽ 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയുണ്ട്? 3 ഉണ്ട്, 6 ഉണ്ട്. 2 എണ്ണം 6ൽ 2 വെട്ടിച്ചെറുതാക്കുമ്പം 2 കൊണ്ട് വെട്ടാം 1/3 എന്ന് വരും. ഓക്കെ ആണോ? അപ്പൊ എന്ത് വേണേലും ഒരു പകിട മുകളിലോട്ട് എറിയുമ്പം താഴെ വീഴുന്ന ഇതൊക്കെ ചോദിച്ചിട്ട് വേണേൽ ഇതും സ്റ്റേറ്റ്മെന്റ് ആക്കാം. ഓക്കെ ഇല്ലയോ? അടുത്ത ചോദ്യം, നമുക്ക് അടുത്ത ബോളിലോട്ട് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് അത്യാവശ്യം എല്ലാവർക്കും അടിക്കാൻ പറ്റുന്ന ഒരു ബോളായിരുന്നു. അടുത്ത ബോൾ ഇങ്ങനെ, ഒരു വർണ്ണ പമ്പരം കറക്കുമ്പോൾ മഞ്ഞ സൂചിപ്പിക്കാനുള്ള സാധ്യത എത്ര? ഇതും മക്കളെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും എല്ലാവർക്കും അടിച്ച് ദൂരെ കളയാൻ പറ്റുന്ന, സിക്സർ അടിക്കാൻ പറ്റുന്ന, നമ്മുടെ ഗ്രൗണ്ടിന് വെളിയിൽ അടിച്ച് കളയാൻ പറ്റുന്ന ഒരു ബോൾ തന്നെയാണ് ഇത്. ഒരു വർണ്ണ പമ്പരം കറക്കുമ്പോൾ മഞ്ഞ സൂചിപ്പിക്കുവാനുള്ള സാധ്യത. നമുക്കറിയാം സാധ്യത കാണുന്നത് ഫേവറബിൾ ബൈ ടോട്ടൽ എന്ന. എങ്കിൽ ഇവിടുത്തെ ആകെ ഒരു വർണ്ണപ്പമ്പരം കറങ്ങുമ്പോൾ നമുക്കറിയാം മൊത്തം അതിനകത്തിൽ വിബ്ജിയോർ ആണ് കളറുകൾ. ശരിയാണോ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ശരിയാണോ? വിബ്ജിയോർ എന്നാണ് കളറുകളുടെ ക്രമം. അങ്ങനെയെങ്കിൽ ഇതിനകത്തിൽ മൊത്തം 7 എണ്ണം നമുക്കറിയാം. മഴവില്ല് തന്നെയാണ് വർണ്ണപ്പമ്പരം. ന്യൂട്ടൺ കണ്ടെത്തിയ വർണ്ണപ്പമ്പരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്തിൽ മൊത്തം ഫലങ്ങളുടെ എണ്ണം 7. അതിൽ മഞ്ഞ എന്ന ഫലം ഒരെണ്ണേ ഉള്ളു. ശരിയാണോ? മഞ്ഞ എന്ന ഫലങ്ങളുടെ എണ്ണം ഒരെണ്ണേ ഉള്ളു. മൊത്തം 7 എണ്ണത്തിൽ ഒരെണ്ണത്തിനെ സാധ്യതയുള്ളു 1/7. എങ്കിൽ ഒരു വർണ്ണപ്പമ്പരം കറക്കുമ്പം ഇൻഡിഗോ വീഴാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ മക്കളെ അതും 1/7. ശരിയാണോ? ഓക്കെ ഇല്ലയോ? ഒരു വർണ്ണപ്പമ്പരം കറങ്ങുമ്പം റെഡ് വീഴാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ അതും 1/7. ശരിയല്ലയോ? മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. ഓക്കെ, അപ്പൊ ഈ 2 ബോളുകളും അത്യാവശ്യം എല്ലാവർക്കും അടിക്കാൻ പറ്റുന്ന ബോളുകൾ തന്നെയാണ്. അടുത്ത നമ്മുടെ ഈ ഓവറിലെ ലാസ്റ്റ് ബോളിലോട്ട് പോവാം. നമ്മുടെ സൂപ്പർ ഓവർ എപ്പിസോഡ് 5ലെ ലാസ്റ്റ് ബോൾ. അപ്പം നമ്മുടെ സാധ്യതകളുടെ ഗണിതം എന്ന ടോപ്പിക്കിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ. നിങ്ങൾ തുടർന്ന് വരുന്ന എല്ലാ പാർട്ടുകളും കണ്ട് ഈ പാഠത്തിൽ നിന്ന് 1 മാർക്ക് മിസ്സാവത്തില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും 1 മാർക്കും മിസ്സാവത്തില്ല. ശരി, ലാസ്റ്റ് ബോൾ. ഒരു പാക്കറ്റ് ചീട്ടിൽ നിന്നും ഒരു ചീട്ട് പിൻവലിച്ചാൽ അത് ക്ലബ്സ് ആകാനുള്ള സാധ്യത എത്ര? ഒരു പാക്കറ്റ് ചീട്ടിൽ നിന്നും ഒരു ചീട്ട് വിഡ്രോ ചെയ്താൽ, ഒരു ചീട്ട് പിൻവലിച്ചാൽ അത് ക്ലബ്സ് ആകാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ഈ കാർഡ് കളി അല്ലെങ്കിൽ ചീട്ട് കളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. അപ്പൊ ഇത് ചീട്ടുമായിട്ടൊക്കെ അത്യാവശ്യം ബന്ധമുള്ളവരാണ് നമ്മളൊക്കെ, അല്ലേ? നമ്മളെന്നല്ല, എല്ലാവരും. ശരി, അപ്പൊ ഒരു പാക്കറ്റ് ചീട്ടിൽ നിന്നും ഒരു ചീട്ട് പിൻവലിച്ചാൽ നമുക്കറിയാം ഒരു പാക്കറ്റ് ചീട്ടെന്ന് പറഞ്ഞാൽ മക്കളെ മൊത്തം 52 കാർഡുകളാണ്. അതിനകത്ത് ആരില്ല, ജോക്കർ ഇല്ല. ജോക്കർ 2 3 എണ്ണമൊക്കെ കാണും. അത് ഒഴിവാക്കിയാൽ 52 കാർഡുകൾ. ജോക്കറിനെ കൂട്ടിയല്ല, ജോക്കർ ഇല്ലാതെ 52 കാർഡുകളുണ്ട്. നിങ്ങൾക്കറിയാം 4 വ്യത്യസ്ത ചിഹ്നങ്ങളുണ്ട്. 4 വ്യത്യസ്ത ചിഹ്നങ്ങൾ. അതിൽ ഒരു ചിഹ്നം ഇതിനെ നമ്മൾ ഡയമണ്ട് എന്ന് വിളിക്കും. ഡയമണ്ട്. ശരിയാണോ? ഡയമണ്ട് എന്ന് വിളിക്കും. അതുപോലെ മറ്റൊരു ചിഹ്നം ഹേർട്സ്. ഹേർട്സ് എന്ന് പറയുന്ന മറ്റൊരു ചിഹ്നം. ഹേർട്സ്. അതുപോലെ അടുത്ത ഒരെണ്ണമാണ് സ്പെയ്ഡ്. സ്പെയ്ഡ് എന്ന് വിളിക്കുന്ന മറ്റൊരു ചിഹ്നം. സ്പെയ്ഡ്. അതുപോലെ നമ്മളെല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ മുന്തിരിക്കൊലയെന്നോ പൂവെന്നോ ഒക്കെ പറയുന്ന പോലെ ആ സാധനം, ഇതിനെയാണ് മക്കളെ ക്ലബ്സ് എന്ന് വിളിക്കുന്നത്. ക്ലബ്സ്. ഇതാണ് 4 ചിഹ്നങ്ങൾ. അപ്പൊ 4 ചിഹ്നങ്ങൾ ഓക്കെ ആണെന്ന് കരുതുന്നു. ഈ 4 ചിഹ്നങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ ഈ 4 ചിഹ്നങ്ങളും 52നെ 4 ആയിട്ട് കീറി വെച്ചാൽ ഓരോ കാർഡുകളും അത്ര വീതമുണ്ട്.
എന്ന് പറഞ്ഞ 52-നെ കറക്റ്റ് ആയിട്ട് 4ആയിട്ട് മുറിച്ചാൽ മക്കളെ ഓരോ കാർഡുകളും ദാ 13 13 13 13 വീതമാണുള്ളത്. 13 13 13 13 വീതമാണുള്ളത്. മനസ്സിലായോ? ഓക്കെ ആണോ? ശരി, എങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇതിൽ മക്കളെ ഡയമണ്ട് ഇതും റെഡ് ആണ്, ഹേർട്സ് ഇതും റെഡ് ആണ്. ഡയമണ്ടും ഹേർട്സും റെഡ് ആണ്. ബാക്കി രണ്ടും ബ്ലാക്ക് ആണ്. ഇതും ബ്ലാക്ക്. മക്കളെ സ്പെയ്ഡും ക്ലബ്സും ബ്ലാക്ക് ആണ്. ഡയമണ്ടും ഹേർട്സും റെഡ് ആണ്. മനസ്സിലായോ? അപ്പം ഇതിനകത്തിൽ മൊത്തത്തിൽ 52 കിട്ട്. 52-ൽ 13 13 26 എണ്ണം ചുമപ്പും 13 13 26 എണ്ണം കറുപ്പും. 26 ചുമപ്പ് 26 കറുപ്പ്. ചിലപ്പോൾ PSC ചോദിക്കും, ഒരു പാക്കറ്റ് ചീട്ടിൽ നിന്ന് ഒരു ചീട്ട് പിൻവലിച്ചാൽ ഒരു ചുവന്ന ചീട്ട് കിട്ടാനുള്ള സാധ്യത എത്ര? അപ്പൊ നമുക്കറിയാം മൊത്തം 52, അതിൽ ചുവന്ന ചീട്ട് കിട്ടാനുള്ള സാധ്യത 26 എണ്ണം ഉണ്ട്. ഇവിടെ നമ്മുടെ ചോദ്യം എന്തുവാ? ഇതിൽ നിന്നും ഒരു ചീട്ട് പിൻവലിച്ചാൽ അത് ക്ലബ്സ് ആകാനുള്ള സാധ്യത നമുക്കറിയാം. പ്രോബിലിറ്റി കാണുന്നത് എങ്ങനെ? ഫേവറബിൾ ബൈ ടോട്ടൽ എന്നാ. ശരിയാണോ? എങ്കിൽ ഇവിടെ ആകെ ഒരു പാക്കറ്റ് ചീട്ടിൽ നിന്നും എന്ത് കിട്ടാനായാലും, അത് ഡയമണ്ട് കിട്ടാനായാലും, ഹേർട്സ് കിട്ടാനായാലും, സ്പെയ്ഡ് കിട്ടാനായാലും, ക്ലബ്സ് കിട്ടാനായാലും, ഇനി ചുവന്നത് കിട്ടാനായാലും, കറുത്തത് കിട്ടാനായാലും, എന്ത് കിട്ടാനായാലും, ഇവിടുന്നും ഒരു ചീട്ട് എടുക്കുമ്പം ആകെ ഫലങ്ങളുടെ എണ്ണം മക്കളെ 52. കാര്യം ഒരു പാക്കറ്റിൽ നമ്മൾ പിൻവലിക്കുന്നത്. അപ്പൊ ഒരു പാക്കറ്റിൽ ആകെ ഫലം 52 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് എന്തോ വേണ്ടേ? അത് ക്ലബ്സ് ആകാനുള്ള സാധ്യത. അപ്പൊ നമ്മുടെ അനുകൂല ഫലം എന്ന് പറഞ്ഞാൽ ക്ലബ്സ് അല്ലേ? എങ്കിൽ പറ, ക്ലബ്സിന്റെ എണ്ണം 13. 52-ൽ 13 ശരിയാണോ? വെട്ടി ചെറുതാക്കാം. 13 ഉണ്ട്. 1/4 എന്ന് വരും. 4-1. അതിൽ ഒരു ക്ലബ്സ് കിട്ടാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചാൽ 1/4. സ്പെയ്ഡ് കിട്ടാനുള്ള സാധ്യത 1/4. ഹേർട്സ് കിട്ടാനുള്ള സാധ്യത 1/4. ഡയമണ്ട് കിട്ടാനുള്ള സാധ്യത 1/4. ഓക്കെ ആണോ? ഇനി ചുവന്ന ചീട്ട് കിട്ടാനുള്ള സാധ്യത 26/52 വെട്ടുമ്പോൾ 1/2. ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത അതും 1/2. മനസ്സിലായെന്നോ ഇല്ലെന്നോ? ക്ലിയർ ആയി കാണും എന്ന് കരുതട്ടെ. അപ്പം ചീട്ടിനെ കുറിച്ച് ഒരു സാധാരണ പൊതുബോധമൊക്കെ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഇത് പറഞ്ഞതോടെ ചേർത്ത് വെച്ച് പഠിച്ചാൽ ഉറപ്പായിട്ടും അത്രയും നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നല്ല ചോദ്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നല്ല ബോളുകളാണ് നിങ്ങൾക്ക് നേരെ എറിഞ്ഞത്. ചിലതൊക്കെ നിങ്ങൾക്ക് അടിക്കാൻ സാധിച്ചു, ചിലതൊന്നും അടിക്കാൻ സാധിച്ചില്ല. എന്താണെങ്കിലും നിങ്ങൾക്ക് എത്ര എണ്ണം അടിക്കാൻ സാധിച്ചു എന്ന് തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വിലയേറിയ കമന്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ് മുന്നോട്ടുള്ള ഓരോ പാർട്ടുകൾക്കും എനിക്ക് പ്രചോദനമാകുന്നത്. അപ്പം എല്ലാവരും ഇത് അവസാനം വരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് കണ്ടുമുട്ടാം. അപ്പം ആ ഒരു ഓവർ വരെ നിങ്ങൾ കാത്തിരിക്കുക. ഈ ഓവർ എത്രത്തോളം ഭംഗിയായിരുന്നു എന്ന് കമന്റ് ചെയ്യുക. എല്ലാവർക്കും ബൈ ഫ്രം വിശാഖ് പാവുമ്പ.